ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഇന്ന് ഈ മിഡ് വീക്ക് നടന്ന പ്രീമിയർ ലീഗ് ഫിക്ചേഴ്സ്, പിന്നെ അതിൻ്റെ കൂടെ ലാലീഗയുടെ റയൽ മാഡ്രിഡിൻ്റെ ഫിക്ചർ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പറ്റിയാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കോപ്പ ഡെൽ റേ സെമി ഫൈനലിനെ പറ്റി തന്നെ പറയാം. കോപ്പ ഡെൽ റേ സെമി ഫൈനൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഓഫ് കോഴ്സ്, കാര്യം 4-0 ഫസ്റ്റ് അഗ്രിഗേറ്റ് ഉണ്ടായിരുന്നത് മെട്രോപൊളിറ്റാനിൽ നടന്ന ഗെയിമിൽ. അപ്പോൾ അതിന് ശേഷം ഒരു വലിയൊരു കംബാക്ക് നടത്തുമോ എന്നുള്ളൊരു ചോദ്യം, അത് 99% എൻ്റെ മനസ്സിൽ അത് നടക്കില്ലായിരുന്നു. കാര്യം അത് ഏതൊരു പൊട്ട ടീമിനോടായാലും 4-0 തിരിച്ചു വരിക എന്ന് പറയുന്ന ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹോമിൽ കളിക്കുന്നുള്ള മാത്രമാണ്, വേറെ ഒന്നുമില്ലായിരുന്നു. ആൻഡ് വി തോട്ട് സിമിയോണി വുഡ് സിറ്റ് ബാക്ക്, പക്ഷേ സിമിയോണി സിറ്റ് ബാക്ക് ചെയ്യുന്നൊരു ലൈനപ്പ് അല്ല ഇറക്കിയത് ക്യാമ്പ് നൂവിൽ. അപ്പോൾ ബാഴ്സലോണ ഓൾമോസ്റ്റ് സെയിം ലൈനപ്പ്. ഡിയോങ് ഇഞ്ചോർഡ് ആയിരുന്നു, പെഡ്രി വാസ് ബാക്ക് ആൻഡ് ബെർണാളാണ് സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് കുണ്ടേക്ക് ഇഞ്ചുറി വന്നു, പിന്നെ ബാൾഡേക്ക് ഇഞ്ചുറി വന്നു. ടു ബി ഫെയർ, വെരി ഗുഡ് പെർഫോമൻസ് ഫ്രം ബാഴ്സലോണ. തോറ്റെങ്കിലും 3-0 ജയിച്ചത്, പക്ഷേ സ്റ്റിൽ ദേ പ്ലേഡ് വെരി ഗുഡ്, ദേ പ്ലേഡ് വെരി ബ്രേവ്. എനിക്ക് തോന്നുന്നു നല്ലൊരു മാച്ചായിരുന്നു അത് ഫോർ ബാഴ്സലോണ. ഈവൻ ദോ ദേ ലോസ്റ്റ്. എനിക്ക് തോന്നുന്നത് എൻ്റെ മെട്രോപൊളിറ്റാനോയിൽ ഒരു ഗോൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ഗോൾ തിരിച്ചടിക്കുകയോ ചെയ്യുന്ന ഈ റിസൾട്ട് മാറിയേനെ. അതിൻ്റെ ഇടയിൽ പെനൽറ്റി ഷൗട്ട് ഉണ്ടായിരുന്നു ലാസ്റ്റ്. ഇത് 50-50 വി ക്യാൻ കൊടുത്തും കണ്ടിട്ടുണ്ട്, കൊടുക്കാണ്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ വി കാൺ കംപ്ലെയിൻ. പക്ഷേ സ്റ്റിൽ ബാഴ്സലോണ പ്ലേഡ് എ വെരി വെരി ഗുഡ് ഗെയിം. അതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല. കാര്യം ഇപ്പോൾ എക്സ്ട്രോർഡിനറി ആയിട്ടൊന്നും ആ കളി നടന്നിട്ടില്ല. അവരുടെ ബാഴ്സലോണ ഫാൻസിനും ബാഴ്സലോണ പ്ലേയേഴ്സിനും അവർക്ക് സ്വന്തം പെർഫോമൻസിനെ പറ്റി പ്രൗഡാവാം. വെരി ഗുഡ്. ആൻഡ് ലാലിഗയിലോട്ട് പോവുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഗറ്റാഫേനെയാണ് ബെർണബേയിൽ കളിച്ചത് ആൻഡ് ദേ ലോസ്റ്റ്. അപ്പോൾ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ യു വോണ്ട് ടു പ്ലേ ഒരു സ്പോർട്ട് അല്ലെ ഫുട്ബോൾ കളിക്കണമെങ്കിൽ മോഡേൺ ഡേയിൽ യു ഷുഡ് വർക്ക് എസ് എ ടീം. ഇവിടെ ഇതിനകത്ത് 1-2 പ്ലേയേഴ്സ് ഇപ്പോഴും ദേ ഡോണ്ട് ട്രാക്ക് ബാക്ക്, ദേ കീപ് കംപ്ലൈനിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ടീമിൻ്റെ ഒരു സ്ട്രക്ചറിന്, ഓവറോൾ സ്ട്രക്ചറിനെ എല്ലാത്തിനും ഇത് ചെയ്യും. കാര്യം ഇപ്പോൾ വിനീഷ്യസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ യു ലൂസ് എ ഡ്യൂൽ 1-on-1 ലൂസ് ചെയ്യുകയാണെങ്കിൽ നിൻ്റെ ബോൾ എടുത്തുകൊണ്ട് വേണമെങ്കിൽ യു ഷുഡ് ട്രാക്ക് ബാക്ക് ആൻഡ് ട്രൈ വിൻ ദ ബോൾ. അത് വിനീഷ്യസ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതുപോലെ 2-3 പ്ലേയേഴ്സ് ഉണ്ട്, യു കാൺ സീ ദം വർക്കിംഗ് ഹാർഡ് പ്രോപ്പർലി. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ്. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതെനിക്ക് തോന്നിയൊരു കാര്യമാണ്, കുറേ നാളായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്കിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ചെറിയ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു മാഡ്രിഡ്. സ്റ്റിൽ ഗെറ്റാഫെ അറിയാൻ വളരെ അനോയിങ് ഒരു ടീമാണ്. അവരുടെ അടുത്ത് ജയിച്ച് കയറാനേ പറ്റുള്ളൂ. യു കാൺട്ട് ഹാവ് എ വെരി ഗുഡ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് ദം. പക്ഷേ സ്റ്റിൽ റയൽ മാഡ്രിഡാണ്, യു ഷുഡ് ബി വിന്നിങ് അഗെയിൻസ്റ്റ് ദം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഐ റിയലി ഫീൽ സോറി ഫോർ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി തിൻ. 11-12 പ്ലേയേഴ്സ് ഇഞ്ചേർഡാണ്. അപ്പോൾ ഏകദേശം ഒരു ഫുൾ സ്ക്വാഡ് ഇഞ്ചേർഡായ പ്ലേയേഴ്സ് വെച്ച് തന്നെ ഉണ്ടാക്കാം. കാര്യം അലബ ഇപ്പോൾ ഔട്ടായിപ്പോയി, റോഡ്രിഗോ ഇസ് ഔട്ട്, ACL വന്നിട്ട് പോയി, എംബാപ്പെ ഇസ് ഔട്ട്, സിറ്റിയുടെ സെക്കൻഡ് ലെഗ് വരെ ഉണ്ടാവില്ല, അതേപോലെ ബെലിംഗം ഇല്ല. അപ്പോൾ കുറേ പ്ലേയേഴ്സ് ഇഞ്ചേർഡാണ്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. പക്ഷേ സ്റ്റിൽ ഗെറ്റാഫെ ഓൾമോസ്റ്റ് റെലിഗേഷൻ ഫോർഡറാണ്. അവരുടെ അടുത്ത് ജയിക്കേണ്ടതാണ് മാഡ്രിഡ് എനിഹൗ, ആൻഡ് ബെർണബേയിലും കൂടെയാണ്. അപ്പോൾ അത് നടന്നില്ല. 4 പോയിൻറ്റ്സ് ഗ്യാപ്പായി, നേരെ 4 പോയിൻറ്റ്സ് മുകളിൽ പോയതായിരുന്നു ഒരു സമയത്ത് മാഡ്രിഡ്. തിരിച്ച് 4 പോയിൻറ്റ്സ് താഴെ വന്നു ബാർസലോണയുടെ അടുത്ത്. കറൻ്റ്ലി അഡ്വാൻറ്റേജ് ഫോർ ബാർസലോണ ഇൻ ടേംസ് ഓഫ് ഫിറ്റ്നസ് ആയാലും പ്ലെയേഴ്സിൻ്റെ. ഇപ്പോൾ UCL കളിക്കുന്ന ലെഗിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചാൽ ന്യൂക്കാസിലിനെ കുറച്ച് കാണില്ല, പക്ഷേ സ്റ്റിൽ സിറ്റിയായിട്ട് കളിക്കുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഫോർ മാഡ്രിഡ്. ആൻഡ് ഇഞ്ചുറി സ്റ്റേറ്റസ് വെച്ച് നോക്കുമ്പോൾ പ്ലേയേഴ്സിൻ്റെ ബാഴ്സലോണയ്ക്കാണ് ഇപ്പോൾ അപ്പർ ഹാൻഡ്. പക്ഷേ എന്ത് സംഭവിക്കാം, വിൽ സി. പ്രീമിയർ ലീഗിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നടന്ന ചെൽസിയുടെ ഗെയിമാണ്. ചെൽസിയുടെ ഗെയിം വാസ് അഗെയിൻസ്റ്റ് ആസ്റ്റൺ വില്ല, വില്ല പാർക്കിലായിരുന്നു. വെരി വെരി ഗുഡ് പെർഫോമൻസ് ചെൽസിയുടെ സൈഡിൽ നിന്ന്. ആസ്റ്റൺ വില്ല അവരുടെ ഫിറ്റീഗ് ക്യാച്ചപ്പ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് സ്ക്വാഡ് ഡെപ്ത് ഇല്ല, ക്വാളിറ്റി ബെഞ്ച് ഓപ്ഷൻസ് ഇല്ല, യൂറോപ്പ ലീഗ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ് ആയാലും പ്ലേയേഴ്സിൻ്റെ കൺസിസ്റ്റൻസി ആയാലും. മോർഗൻ റോജേഴ്സ് ഇപ്പോഴും തിരിച്ച് ഒളിവിൽ പോയിട്ടുണ്ട് മോർഗൻ റോജേഴ്സ്. അപ്പോൾ ആസ്റ്റൺ വില്ലയുടെ പ്രശ്നം ഇതാണ്. ആസ്റ്റൺ വില്ല ഉണ്ണായമറിയുടെ ഞാൻ പറയില്ല, ഈ സ്ക്വാഡിൻ്റെ പ്രശ്നം അതാണ്. കാര്യം അവർക്ക് പെട്ടെന്ന് ടയർഡാവും, ഒരു ഫറ്റീഗ്ഡ് ആവുന്നുണ്ട് വേഗം. കാര്യം സ്ക്വാഡ് ഡെപ്ത് ഇല്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് മാനേജറിനെ ബാക്ക് ചെയ്യേണ്ട രീതി ബാക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. ആൻഡ് ചെൽസിയുടെ വെരി ഗുഡ് ഗെയിം. 4-0 ജയിച്ചത്. ജോ പെഡ്രോ, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ബൈ ജോ പെഡ്രോ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഫോം ഔട്ട് മാറി ജോ പെഡ്രോ ഗോൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഹി ഹസ് ബിൻ വെരി വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിറച്ച് 10-18 ഗോൾ കോൺട്രിബ്യൂഷനായി തോന്നുന്നു. ആൻഡ് പ്രീമിയർ ലീഗിലാണോ ഓൾ കോമ്പറ്റീഷനിലാണോ എന്നറിയില്ല, ഹി ഹസ് ബിൻ വെരി വെരി ഗുഡ്. നല്ലോണം കളിക്കുന്നുണ്ട് ജോ പെഡ്രോ. ടോപ്പ് 4 റേസ് എനിക്ക് തോന്നുന്നു ടൈറ്റിൽ റേസിനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം
എല്ലാ ടീമുകളും കുറേ ടീമുകൾ ജയിക്കുമ്പോൾ കുറേ ടീമുകൾ തോക്കുന്നുണ്ട്, ഒരു ടീം ജയിക്കുമ്പോൾ ബാക്കി പല പല ടീമുകൾ തോക്കുന്നുണ്ട്. ചില സമയത്ത് എല്ലാ ടീമും ഒരുമിച്ച് ഡ്രോ ആവും. അപ്പോൾ വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ചെൽസിക്ക് ഇനിയും ടഫ് ഫിക്സേഴ്സ്, ഇനി ന്യൂകാസലിനായിട്ട് പോയി കളിക്കാനുണ്ട്. നേരെ തിരിച്ച് ആസ്റ്റൺ വില്ലയ്ക്ക് നേരെ യുണൈറ്റഡിനെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. കാര്യം ആസ്റ്റൺ വില്ല, യുണൈറ്റഡ്, ചെൽസി, ലിവർപൂൾ ഇവരൊക്കെ ഒരു 4-man റേസിലാണ് ഒരു 2 സ്പോട്ടിന് വേണ്ടി. അപ്പോൾ എന്താ 2 പൊട്ടൻഷ്യലി 3 സ്പോട്ട്സ്. അപ്പോൾ ഒരു ടീം എങ്ങനെയാലും പുറത്തു പോകും, എന്താവും നമുക്ക് നോക്കാം. ആൻഡ് അത് കഴിഞ്ഞ അതേ സമയത്ത് നടന്നതാണ് ആഴ്സണൽ വേഴ്സസ് ബ്രൈറ്റൺ. നത്തിങ് മച്ച് ടു സേ ആ ഗെയിമിനെ പറ്റി. ഹേഴ്സ്ലർ വന്നിട്ട് ഭയങ്കര ചൂടിൽ സംസാരിച്ചിട്ടൊക്കെ പോയി. ഓപ്റ്റയുടെ ഡേറ്റ വൈസ് ടോപ്പ് 3 കുറവ് ബോൾ ഹാൻഡിൽ ചെയ്ത ടീം ബ്രൈറ്റനാണ്. അപ്പോൾ പുള്ളിക്ക് അത് പറയാനുള്ള അർഹതയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹീസ് നോൺ ടു ക്വസ്റ്റ്യൻ ബിഗ് 6 ടീംസ് ഇൻ ടേംസ് ഓഫ് ഹൗ ടു പ്ലേ. കാര്യം അവരവിടെ ഈ ഒരു മിഡ് ടേബിളിൽ ഇരിക്കാൻ കാര്യം വെച്ച് ബിക്കോസ് ദേ ആർ പുവർ. ബിഗ് 6 ടീമുകൾ പല രീതിയിലും കളിക്കും. ബിഗ് 6 ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ ദേ ക്യാൻ ക്വസ്റ്റ്യൻ ഈച്ച് അതർ ബിക്കോസ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സിറ്റി ആഴ്സണലിനെ കളിക്കുമ്പോൾ, ആഴ്സണൽ ലിവർപൂളിനെ കളിക്കുമ്പോൾ, സിറ്റി ലിവർപൂളിനെ കളിക്കുമ്പോൾ ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ അതുപോലെ ഒരു മിഡ് ടീം ക്ലബ്ബും ഒരു ബിഗ് 6 ക്ലബ്ബും കളിക്കുമ്പോൾ പീപ്പിൾ എക്സ്പെക്ട് ബിഗ് 6 ക്ലബ് ടു പ്ലേ അതോറിറ്റേറ്റീവ്ലി. അത് സത്യമാണ്. പക്ഷേ ഒരു മിഡിൽ ക്ലബിൻ്റെ ഒരു മിഡിൽ ടേബിൾ ക്ലബിൻ്റെ മാനേജർ വന്നിട്ട് യു കാൺട്ട് ടീച്ച് എ ബിഗ് 6 ക്ലബ് മാനേജർ ടു ഹൗ ടു പ്ലേ. അത് അയാളുടെ ഇഷ്ടം. അൺടിൽ യു ഗെറ്റ് ദ റിസൾട്ട്സ് ഇറ്റ്സ് ദെയർ വിഷ്. അപ്പോൾ ഹേഴ്സ്ലർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് എന്തോ ഒരു യോജിപ്പ് തോന്നിയില്ല ആ സമയത്ത്. അതൊരു കംപ്ലൈൻറ്റിങ് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ ഒരു ഭാഗം കറക്റ്റാണ്. അതായത് ഇറ്റ് വാസ് എ വെരി ബോറിംഗ് മാച്ച്. ആർസണലിൻ്റെ സൈഡിൽ നിന്നാലും ബ്രൈറ്റൻ്റെ സൈഡിൽ നിന്നാലും വളരെ ബോറിംഗ് മാച്ചാണ്. 15ാമത്തെ മിനിറ്റ് പോലെ ആർസണൽ സിറ്റ് ബാക്ക് ചെയ്യുന്നുള്ള തോന്നി എനിക്ക്. അത് ഇൻ ടേംസ് ഓഫ് എ ബിഗ് 6 ടീം അപ്പർ ഹാൻഡ് എടുക്കേണ്ട സമയത്തും ദേവർ ഒരു കുറച്ച് മടിച്ച് പേടിച്ച് നിൽക്കുന്ന പോലെ തോന്നി. അത് ആർട്ടേറ്റയുടെ ഫുട്ബോൾ തന്നെയാണ്. റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്തൊരു മാനേജറാണ്. അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 1-ലാണ് ജയിച്ചത്. ആ 1-ൽ ജയിച്ചത് അവർക്ക് സത്യം പറഞ്ഞ ഉപകാരമായി. കാര്യം അപ്പുറത്ത് അടുത്ത ഗെയിമിലോട്ട് പോകണമെങ്കിൽ ഫോറസ്റ്റായിട്ട് ഡ്രോ ആയി മാഞ്ചസ്റ്റർ സിറ്റി. അത് ഐ വുഡ് ഓൺലി സേ 1 നെയിം എലിയറ്റ് ആൻഡർസൺ. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലെ ഈ സിംഗിൾ ഹാൻഡഡ്ലി ബുള്ളി ചെയ്യാണ് മിഡ്ഫീൽഡേഴ്സിനെ. അത്രയും ഫിസിക്കലി ഡോമിനൻ്റ് ആണ്, അത്ര ഫിസിക്കലി ഇമ്പോസിങ് ആണ് പുള്ളി. അതൊരു സെക്കൻഡ് ഗോളിന് വേണ്ടി സെറ്റപ്പ് ചെയ്തൊരു ട്രിവല പാസ് ഉണ്ടായിരുന്നു. അതൊക്കെ ദാറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. അതൊരു ക്വാളിറ്റി മിഡ്ഫീൽഡറിനെ പറ്റൂ. അടുത്തൊരു 120 മില്യൺ 150 മില്യൻ്റെ ഒരു മിഡ്ഫീൽഡറാണ് ആ കളിക്കുന്നത് പിച്ചിൽ. കാര്യം റോഡ്രിയും പിന്നെ ബാക്കി ചെറുക്കിയൊക്കെ ഉള്ളൊരു മിഡ്ഫീൽഡിനെ ഡോമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇറ്റ്സ് ഓൺലി ഫോർ ദി എലീറ്റ്സ്. അതങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല. കാര്യം വി ഹവ് സീൻ സിറ്റീസ് മിഡ്ഫീൽഡ് ഗെറ്റിംഗ് ഡോമിനേറ്റഡ്. അത് റോഡ്രി ഇല്ലാത്തപ്പോൾ കഴിഞ്ഞ കൊല്ലം ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് ചെയ്തിട്ടുണ്ട്, ആർസണലിൻ്റെ മിഡ്ഫീൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിത്ത് റോഡ്രി ഇറ്റ്സ് വെരി വെരി ഹാർഡ് ടു ഡോമിനേറ്റ് സിറ്റീസ് മിഡ്ഫീൽഡ്. അത് ആൻഡർസൺ ചെയ്തു. ഇനിയുടെ വെരി ബ്യൂട്ടിഫുൾ ഗെയിം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് റിയലി കോസ്റ്റഡ് സിറ്റി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. വിൽ സി 1-1 ആണ് ഡ്രോ ആയത്. വീണ്ടും പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് സിറ്റി. എനിക്ക് തോന്നുന്നു ആർസണൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യും. അത് ദാറ്റ്സ് ഫോർ ഷുവർ. ഐ തിങ്ക് ദേ വിൽ ഡ്രോപ്പ് പോയിൻറ്റ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പുറത്ത് അതേപോലെ സിറ്റി ഡ്രോപ്പ് ചെയ്യുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്റ്റിൽ മോർ ഗെയിംസ് ടു ഗോ. അതിലൊരു കളിയുണ്ട്. വിൽ സി. അത് കഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചൊരു ഗെയിമാണ്. അത് ഞാൻ ലാസ്റ്റ് പറയാം. പക്ഷേ ഐ വിൽ ടോക്ക് അബൌട്ട് ടോട്ടനമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല തോറ്റു. ക്രിസ്റ്റൽ പാലസായിട്ട് ടോട്ടനമിൻ്റെ ഹോമിൽ 1 point ഓഫ് റെലിഗേഷനാണ്. ബിഗ് 6 ക്ലബ്ബാണ്. നാണക്കേടാണ്. നത്തിങ് മോർ ടു സേ ടോട്ടനമിനെ പറ്റി. കാര്യം ടോട്ടനമിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നുമില്ല. ഇഞ്ചുറി ഉണ്ട്, പ്രശ്നമാണ്. ഐ നോ ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ടു മെൻഷൻ. പക്ഷേ സ്റ്റിൽ യു ഷുഡ് ബി ഡൂയിങ് ബെറ്റർ. യു ഷുഡ് ബി ഡൂയിങ് വേ ബെറ്റർ. ആൻഡ് ഇഗോട്ടഡോറിൻ്റെ പ്രസ് കോൺഫറൻസ് കേട്ടാൽ അയാൾ എന്തോ ബോധമില്ലാതെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഐ നെവർ റേറ്റഡും. യുവെൻറ്റസിലായിരുന്ന പോലെ ഐ നെവർ റേറ്റഡും. കാര്യം തുറന്നിട്ട പോലെ കളിക്കുന്നത്. ഹി പ്ലേസ് ലൈക്ക് യു സ്പ്രെഡ് ലെഗ്സ് ഇൻ ഫ്രണ്ട് ഓഫ് പ്ലേയേഴ്സ്, പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് ക്ലബ്സ്. കാര്യം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സെൻറ്റർ ബാക്സിനെ പുഷ് ചെയ്ത് വിടുക. ഒരു സെൻറ്റർ ബാക്കിനെ മാത്രം ബാക്കിൽ നിർത്തുക, ബാക്കി എല്ലാവരും ഫ്രണ്ടിലോട്ട് ഓടിക്കയറുക. ദാറ്റ്സ് വെരി 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 അൺപ്രൊഫഷണൽ ടാക്ടിക്സ് എന്ന് പറയുക. കാര്യം അങ്ങനത്തെ ഒരു ഫുട്ബോൾ ഒരിക്കലും ലോകത്ത് വിജയിക്കില്ല. മാർസലോ ബിയൽസ വരെ ഇതിലും ഭേദമായിട്ട് കൺട്രോൾ ചെയ്ത് കളിക്കുന്നൊരു മാനേജർ. അപ്പോൾ I never rated him and he will destroy the club before. If you want to sack him, you should sack him. പക്ഷേ 3 കളിയായിട്ടുള്ളൂ. I don't think that will happen. He'll continue for the season. Very bad. I don't know. എനിക്ക് ടോട്ടനമിനെ പറ്റി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ സീസൺ തുടങ്ങുമ്പോഴുള്ള എക്സ്പെക്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. ഇനി നടക്കാൻ പോകുന്നതും ചിലപ്പോൾ. വിൽ സി. ബിഗ് 6 ക്ലബ്ബിൽ ഒരെണ്ണം മോഡേൺ ഇറയിൽ I don't know നടക്കാതിരിക്കട്ടെ. പക്ഷേ സ്റ്റിൽ റൈവലാണ്. വിൽ സി. റെലിഗേറ്റ് ആയാൽ ഇറ്റ് വിൽ ബി എ ഷെയിം. എന്താവും നോക്കാം. ഞാൻ മാറ്റിവെച്ച ഗെയിമാണിത്. ലിവർപൂൾ വേഴ്സസ് വൂൾഫ്സ്. മൊളിന്യൂവിലാണ് നടന്നത്.
എനിക്കറിയില്ല ഇവർക്ക് ഞാൻ ആദ്യം ആസ് എ ലിവർപൂൾ ഫാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയാം. അത് കഴിഞ്ഞാൽ ടോക്ക് ഇസ് എ ന്യൂട്രൽ. അപ്പോൾ ആദ്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ എന്താണോ ആഴ്സണലായിട്ട് ഡ്രോ ആയപ്പോൾ ഈ ചാനലിൽ പറഞ്ഞത്, എന്താണോ യുണൈറ്റഡ് വുൾസായിട്ട് ഡ്രോ ആയത്, ആസ്റ്റൺ വില്ല വുൾസായിട്ട് ഡ്രോ ആയത്, അപ്പോൾ ഈ ഫിക്സറിലൊക്കെ പറഞ്ഞ കാര്യം എനിക്ക് പറയാനുള്ളൂ. റെലിഗേഷൻ ഫോർഡറിനോട് എന്ത് എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും, ലിവർപൂളിന് എക്സ്ക്യൂസ് ഒന്നുമില്ല, എന്ത് എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ യു ഷുഡ് വിൻ. 6 പോയിൻ്ററാണ് റെലിഗേഷൻ ഫോർഡർ. ഇഫ് യു കാൺട്ട് വിൻ, നിർത്തിപ്പോ, വേറെ വല്ല പണിക്ക് പോ. എനിക്കത്ര പറഞ്ഞുള്ളൂ, വേറെ ഒന്നും എനിക്ക് ആസ് എ ലിവർപൂൾ ഫാൻ പറയാനില്ല. ഇപ്പോൾ കളി കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ ബോറിംഗ് ഫുട്ബോൾ ആസ് യൂഷ്വൽ, പേടിച്ച് കളിക്കുകയാണ്, ബാക്ക് പാസുകൾ ഇടുകയാണ്. ഇപ്പോൾ ഗ്രാംബേഴ്സിൻ്റെ പാസ് മാപ്പൊക്കെ നോക്കി ഓപ്റ്റ വിട്ടിട്ടുണ്ട്. പാസ് മാപ്പ് ഫുൾ സൈഡ് വേസ് പാസ്സാണ്, ഹൂഫ് പോലും ചെയ്യല്ല. ഹൂഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ രസമുണ്ട് കാണാൻ, പക്ഷേ ഇത് സൈഡ് വേസ് പാസിംഗ് ആണ് ഫുള്ള്. വെരി പുവർ ഫ്രോം ഗ്രാംബർച്ച്. മെക്കാലിസ്റ്റർ ആസ് ഓൾവേസ് മൂഡ് സ്വിങ്സ് ഉള്ള പോലെ കളിക്കുന്നത്. ആകെ സൊബോസ്ലൈനെ ഡിപ്പെൻഡ് ചെയ്താണ് മിഡ്ഫീൽഡ് ഓടുന്നത്. അതെപ്പോഴും ഓടണമെന്നില്ല എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. സല ആൻഡ് ഗാക്പോ വെരി ബാഡ് ആസ് യൂഷ്വൽ. സല ഗോളൊക്കെ അടിച്ചു, പക്ഷേ സ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വാസ് വെരി ഗുഡ് ഇനഫ് ടു, ഇപ്പോൾ പുള്ളിയുടെ പെർഫോമൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ മാത്രം ഇറ്റ് വാസ് വെരി ബാഡ്. ആസ് എ ഹോൾ ഡിസേർവ് ടു ലൂസ്. കാര്യം ഒരു 70 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഐ തോട്ട് ലാസ്റ്റ് മിനിറ്റ് വിന്നറെങ്കിലും വുൾസ് അടിക്കും, ബിക്കോസ് ദേ ഡിസേർവ് ടു വിൻ. അവരെങ്ങനെയാണ് ലിവർപൂളിനെ ഹോൾഡ് ഓഫ് ചെയ്തത്? ചാൻസുകൾ പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കളിയിൽ ക്രിയേറ്റ് ചെയ്ത .something XG ആണ് ലിവർപൂൾ. വെരി പുവർ. ചെൽസിയും യുണൈറ്റഡും വിലയൊക്കെ കുറച്ചെങ്കിലും മോശമായതുകൊണ്ട് ലിവർപൂൾ ഇപ്പോഴും ടോപ്പ് 4 റേസെങ്കിലും പിടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ബ്രെൻഫോർഡിനും അതിലും താഴെയൊക്കെ പോകേണ്ടതാണ്. വിൽ സി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. വെരി പുവർ. പക്ഷേ സ്റ്റിൽ അടുത്തത് ടോട്ടനമായിട്ടാണ് ഗെയിം. ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് 50-50 ആണ്, പക്ഷേ ടോട്ടനമാണ്, ആൻഫീൽഡിലാണ് കളി. എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.